ഹലോ ഓൾ. അപ്പം 75 ഡേ ചലഞ്ചിൻ്റെ 9th ഡേയിലേക്ക് സ്വാഗതം. രാവിലെ ഇതേ പുട്ടും വെള്ളക്കട്ടയുടെ കറിയും കുറച്ച് സാലഡും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്ക് റീഡിങ് 10 പേജ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് വന്നേ, ബിക്കോസ് രാവിലെ എഴുന്നേറ്റ് ഇത്ര ലേറ്റായിപ്പോയി. നമ്മൾ 0 പേജ് അല്ലെ, ഫസ്റ്റ് പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ബുക്ക് റീഡ് ചെയ്ത് ഇപ്പം 102 പേജ് ആയിട്ടിരിക്കുകയാണ്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 100 പേജ് ഒരു വായിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നോർമലി ഞാനൊന്നും ചെയ്യൂല, ഇതെന്തോ ചലഞ്ച് വെച്ചുകൊണ്ട് മാത്രം ഞാൻ വായിച്ചു പോയതാണ്. അങ്ങനെ ലഞ്ച് ടൈം ആയപ്പോൾ ചോറ് പുളിശ്ശേരി ഒന്ന് മിക്സ് ആയിട്ട് എടുത്ത്, പിന്നെ അവിയലും രാവിലത്തെ കുറച്ച് വെള്ളക്കടലക്കറിയും പിന്നെ സാലഡും എടുത്തു. ഇത് എൻ്റെ റൂമിലത്തെ 2 പിള്ളേർ ഞങ്ങൾ ഒരുമിച്ചാണ് ചായ കുടിക്കാൻ പോവുക. ഞാൻ ഗ്രീൻ ടീ, അവർ ഈ കാണുന്ന അൺഹെൽത്തി വസ്തുക്കളൊക്കെ മേടിച്ച് തിന്നും. പക്ഷെ അത് അവരുടെ ഇഷ്ടം, നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇതേ അവർ തന്നെ കുറച്ച് കഴിഞ്ഞ് ജിമ്മിലും ജോയിൻ ചെയ്യും. ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ്, 3rd ഡേ ആയിരുന്നു. ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി. അപ്പം ഈ കാണുന്ന പാഷനേറ്റ് അത് ഇതെന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുകളുണ്ടല്ലോ, അത് മാത്രമാണ് എൻ്റെ ഉള്ള ഏക ആശ്രയം. ബിക്കോസ് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പം ഇതൊക്കെ കാണുമ്പം ഇതുപോലെയൊക്കെ ആവും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മളങ്ങോട്ട് കയറി ട്രെഡ്മില്ലിൽ ഓടാൻ തുടങ്ങും. ഞാൻ പൊതുവേ ട്രെഡ്മില്ലാണ് കൂടുതൽ ചെയ്യുക, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ബിഗിനറും ആണല്ലോ, അപ്പോൾ നമുക്കറിയാം എത്ര കാലറി നമ്മൾ ബേൺ ചെയ്തു എന്നുള്ളതൊക്കെ. ഇന്ന് 250 ഒപ്പിച്ചു. ഞാൻ 250 എടുത്തില്ല എന്ന് തോന്നുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് ജിമ്മ് ഇന്ന് ഏകദേശം ഒരു ടൈം, അതായത് ഒരു 7:45 ജിമ്മ് അടയ്ക്കുക. അപ്പോൾ ആ ടൈമിൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3rd ഡേ ആയ എൻ്റെ ആഘോഷപ്രകടനങ്ങളും ആ ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് മുഖത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് ജിമ്മിൽ ഞാൻ നോക്കുമ്പം ആരുമില്ല, ഞാൻ മാത്രമായിരുന്നു ലാസ്റ്റ് ഇറങ്ങിപ്പോയത്. അപ്പം വിജനമായ ജിമ്മും പരിസരമാണ് നിങ്ങളെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് റൂമിൽ നിന്ന് ഒരു കുട്ടി, അവൾ തിരിച്ച് അവളുടെ സ്റ്റേറ്റിലേക്ക് പോകാം. അപ്പോൾ അവൾക്കൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഒന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ പറഞ്ഞത് ക്വാർട്ടർ അൽഫാമും ഒരു കുബൂസും ആയിരുന്നു. അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പോൾ ശരി, 10th ഡേ കാണാം. ബൈ.